Hi friends, welcome to Simis Nadan Kitchen and you are watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇഡ്ലിയും തേങ്ങ അരച്ച ചമ്മന്തിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇഡ്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരി എടുത്തു വെച്ചിട്ടുണ്ട്. 250 ml ന്റെ ഒരു കപ്പാണ്. അത് ഞാൻ കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ എടുത്തേക്കുന്നത് ഉഴുന്നാണ്. ഉഴുന്ന് ഞാൻ എടുത്തേക്കുന്ന 1/4 കപ്പ്. അച്ചാൽ 60 ml. ആ ഉഴുന്നിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ കഴുകിയിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ അരയ്ക്കുന്നത് രാത്രിയിലാണത്. അപ്പോൾ എനിക്ക് നാളെ രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ അരയ്ക്കുന്നത്. ഒരു ഉച്ച സമയത്ത് അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇനി ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഉഴുന്ന് ഇടാം. അപ്പോൾ ഈ ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ ഉലുവയുണ്ട്. അപ്പോൾ ഇഡ്ഡലി അരയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ഒരുപാട് ആകാൻ പാടില്ല. ഉഴുന്ന് ഞാൻ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോറിടാൻ പോവാണ്. ഇപ്പം ഇങ്ങനത്തെ തവി എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പം ഇതുപോലത്തെ തവിയിൽ 1 തവി ചോറാണ് ഞാൻ ചേർക്കുന്നത്. നമ്മൾ ചോറ് അധികം ചേർക്കുമ്പോൾ ഇഡ്ഡലിക്ക് നല്ല മയം ഉണ്ടാവും. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ചോറ് മട്ടേരിയുടെ ചോറാണ്. അപ്പം ഞാനെപ്പോഴും ഇഡ്ഡലിക്ക് ഞാൻ ചോറ് കുറച്ച് അധികം ചേർക്കാറുണ്ട്. ഉഴുന്ന് നല്ലതായിട്ട് കുറയ്ക്കും. സാധാരണ എല്ലാവരും 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്നെന്നാണ് കണക്ക്. പക്ഷെ ഞാനിവിടെ 1/4 ഗ്ലാസ് എടുക്കുകയുള്ളൂ. അതിന് പകരം ഞാൻ ചോറ് അധികം ഒന്ന് ചേർക്കും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ അരി ഇട്ട് വെച്ചിരിക്കുന്ന സെയിം വെള്ളം തന്നെയാണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ആ അരി ഞാൻ കഴുകിയിട്ടാണ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നത്. അപ്പോൾ ആ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ആകരുത്. വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ ഇഡ്ഡലി പൊങ്ങത്തില്ല. ഇനി ഉഴുന്നും ചോറും കൂടെ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് അരച്ചിട്ട് വരട്ടെ. ഇപ്പോൾ ചോറും ഉഴുന്നും ഉലുവയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മാവ് കയ്യിലെടുത്ത് നോക്കുക. അപ്പോൾ കണ്ടോ, ഒട്ടും തരി കാണുന്നില്ല. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉഴുന്ന് അരയ്ക്കുമ്പോൾ നല്ല 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 വെണ്ണ പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അരയ്ക്കുമ്പോൾ രണ്ടായിട്ട് തന്നെ വേണം അരയ്ക്കാനായിട്ട്. ഉഴുന്ന് അരച്ചതിന് ശേഷം നമുക്ക് അരി അരച്ചാൽ മതി. അല്ലാണ്ട് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് അരയ്ക്കരുത്. അപ്പോൾ ഞാൻ ആ ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അരി അരയ്ക്കാം. ഈ ഉഴുന്നരച്ച സെയിം ജാറിലേക്ക് തന്നെയാണ് അരി ഇടുന്നത്. അരി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ അരി അരയ്ക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരയരുത്, ചെറിയ തരി വേണം. ഇപ്പോൾ ഞാൻ അരിയും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തരിയോട് കൂടിയാണ് അരിച്ചെടുത്തത്. നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ കാണാം ഇങ്ങനെ ചെറിയ തരി പോലെ കാണുന്നില്ലേ? അപ്പോൾ അതുപോലെ ചെറിയ തരി മതി, ഒരുപാട് വലിയ തരിയൊന്നും വേണ്ട. ഇനി ഇത് നമുക്ക് ഈ ഉഴുന്നും ചോറും അരച്ചേക്കുന്നതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഇത് ഫുള്ളായിട്ട് ഒന്ന് വടിച്ചിടാം. അപ്പോൾ അരിയും ഉഴുന്നൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ ഉപ്പും കൂടെ ചേർക്കണേന്. ഒരുപാടൊന്നും വേണ്ട, കുറച്ചിട്ടാൽ മതി. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തവിയും കൊണ്ടൊന്നും ഇളക്കരുത്, കൈ കൊണ്ട് തന്നെ വേണം ഇളക്കാനായിട്ട്. കൈ കൊണ്ട് ഇളക്കിയാൽ മാത്രമേ ഇത് നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടക്കത്തുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇതങ്ങോട്ട് ഫെർമെൻറ്റേഷൻ നടക്കും. ഇപ്പോൾ തണുപ്പൊക്കെ ഉള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തണുപ്പ് സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങാനായിട്ട് കുറച്ച് താമസമായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കലക്കിയിട്ട് ഓവനിൻ്റെ അകത്ത് ലൈറ്റ് ഇട്ടിട്ട് വെച്ചാൽ മതി. ലൈറ്റ് ഇട്ട് വെക്കുമ്പോഴത്തേക്ക് ഓവനിൽ നല്ലൊരു ചൂടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തെർമൽ കുക്കർ ഉണ്ടെങ്കിൽ തെർമൽ കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ അത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ, നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ എപ്പോഴും അരയ്ക്കുന്ന ആൾക്കാരാണ്. 2 ദിവസം മുന്നേക്ക് ഉണ്ടാക്കിയ മാവൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണെങ്കിലും കുറച്ചെടുത്ത് വെച്ചേക്കുക. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ കുറച്ച് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർക്കണേന്ന്. അപ്പോൾ ഇതെന്തിനാ ചേർക്കുക വെച്ചാൽ ഇത് പെട്ടെന്ന് ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം. ഇനി രാവിലെ ആകുമ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലിയുടെ ബാറ്റർ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഉപ്പ് ഓൾറെഡി ഇട്ടതാണ്. ഇനി ഇഡ്ഡലിയുടെ ബാറ്റർ ഈ തട്ടിലേക്ക് ഒഴിക്കാം. ആദ്യമേ ഇതിലേക്കൊന്ന് എണ്ണ തടവി കൊടുക്കണം. ഞാൻ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ എല്ലാ കുഴിയിലും നല്ലതായിട്ട് തേച്ച് കൊടുക്കാം.
ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം. ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഏറ്റവും അടിയിലത്തെ തട്ട് വെച്ച് കൊടുക്കുക. ഉടനെ തന്നെ മുകളിലത്തെ തട്ട് വെക്കരുത്. ഇതൊന്ന് അടച്ചു വെക്കുക. ഇഡ്ഡലിയുടെ മുകളിൽ വെച്ച് ഒന്ന് സെറ്റായ ശേഷം മാത്രമേ രണ്ടാമത്തെ തട്ടും കൂടെ വെക്കാൻ പാടുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് തട്ടും കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവി കൊണ്ട് ആ മുകളിലത്തെ തട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് രണ്ടാമത്തെ തട്ടിലോട്ട് ഇറങ്ങും. അപ്പോൾ ആ ഇഡ്ഡലി പൊങ്ങത്തില്ല. ഇനി തുറന്നു നോക്കുക. അത് അതിൻ്റെ മുകളിൽ വെച്ചും സെറ്റായിട്ടുണ്ട്. രണ്ടാമത്തെ ഇറക്കി വെക്കണം. ഇത് അടച്ചു വെക്കണം. ഇതിപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇതൊന്ന് കുത്തി നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തെടുക്കാം. ഇത് തട്ടിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഉടനെ ഇതിൽ ഇളക്കാൻ നോക്കരുത്. ഇതൊന്ന് ചൂടാറണം. പെട്ടെന്നൊക്കെ ഒന്ന് ചൂടാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഇതിൻ്റെ മുകളിലേക്കൊന്ന് തളിച്ചു കൊടുക്കുക. ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു ചെറിയ ഉള്ളി, 2 പച്ചമുളക്, ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ്. ഇത്ര സാധനങ്ങൾ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്, കടുക് പൊട്ടിക്കുമ്പോൾ ഉള്ളി, ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി മൂത്തിട്ടുണ്ട്. തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാം. ബൗളൊന്ന് കഴുകി ഒഴിക്കുക. ഇത് തിളയ്ക്കൊന്നും വേണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇത് ഇപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇഡ്ഡലിയും തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. ഉണ്ടോ? നല്ല സോഫ്റ്റാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.